ബജറ്റിൽ വിവിധ സംസ്ഥാനങ്ങൾക്ക് പരിഗണന ലഭിക്കാത്തതിൽ പ്രതിഷേധം കടുപ്പിക്കാൻ ഇന്ത്യ സഖ്യം. പാർലമെന്റിന് അകത്തും പുറത്തും പ്രതിഷേധിക്കും. വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. രഞ്ജിത്ത്, മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ് പ്രതിപക്ഷം. ആന്ധ്രയ്ക്കും ബീഹാറിനും കൈനിറയെ കൊടുത്തപ്പോൾ നമുക്കറിയാം കേരളം, കർണാടക, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളുടെ ഒന്നും പരിഗണിക്കുക പോലും ചെയ്യാതെ പോയൊരു ബജറ്റാണ്. നേരത്തെ ഈ ബജറ്റിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് ജനപ്രിയ ബജറ്റ് ആയിരിക്കുമെന്നുള്ളതാണ്. പക്ഷേ വിവേചനപരമായ ബജറ്റ് എന്നാണ് ഇന്ത്യ സഖ്യം വിശേഷിപ്പിക്കുന്നത്, അല്ലേ? തീർച്ചയായും രണ്ട് സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ചും ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ഈ ബജറ്റിൽ നൽകിയ വല്ലാത്ത പരിഗണന, അതിനെ ഒരു സംസ്ഥാന ബജറ്റാണ് അവതരിപ്പിച്ചത് എന്ന ആക്ഷേപമാണ്, പരിഹാസമാണ് ഇത്തരത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു കേന്ദ്ര ബജറ്റല്ല, ഇത് ചില സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ബജറ്റാണ് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷം കടുപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ മുതൽ തന്നെ പാർലമെന്റിന്റെ പ്രധാന ഗേറ്റായ മകര ഗേറ്റിലിരുന്ന് പ്രതിപക്ഷ MP-മാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ പ്രതിഷേധം ഡൽഹിയിൽ ആരംഭിച്ചു കഴിഞ്ഞു ഇതിനകം തന്നെ. അത് മാത്രമല്ല, പാർലമെന്റിനകത്തും പുറത്തുമുള്ള പ്രതിഷേധം ഇന്നും വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും പ്രതിപക്ഷം നൽകുന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. അതേസമയം ബജറ്റുമായി ബന്ധപ്പെട്ട ഇന്നു മുതൽ ചർച്ച ആരംഭിക്കുന്നുണ്ട്. ഈ ചർച്ച ബഹിഷ്കരിക്കില്ല. ചർച്ച ബഹിഷ്കരിക്കാതെ തന്നെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടുള്ള പ്രതിഷേധം അറിയിക്കലായിരിക്കും പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്ത് ഉണ്ടാകുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നീതി ആയോഗ് യോഗം ചേരുന്നുണ്ട് വരും ദിവസം. കാരണം മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ നീതി ആയോഗ് യോഗമാണ്. ഇതിൽ പങ്കെടുക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരാണ് യോഗത്തിൽ പങ്കെടുക്കേണ്ടത്. അതായത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ ഇതിൽ പങ്കെടുക്കേണ്ട എന്ന തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. മമതാ ബാനർജി പക്ഷേ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. മമതയും ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരിക്കും എന്നാണ് അറിയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആര്യ, കർഷകരുടെ പ്രതിഷേധം ഡൽഹിയിൽ വീണ്ടും ആരംഭിച്ചേക്കും എന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. കാരണം ബജറ്റിൽ കർഷകർക്ക് വേണ്ട പരിഗണന കിട്ടിയില്ല എന്നുള്ളതാണ് അവരുടെ ആക്ഷേപം. ഈ താങ്ങുവില നിയമവിധേയമാക്കുക, കർഷകരുടെ കടങ്ങൾ എഴുത്തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ കർഷകർ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. അതനുസരിച്ചാണ് ഡൽഹിയിലെ സമരം അവസാനിപ്പിക്കാൻ തയ്യാറായത്, പ്രഖ്യാപനം ഉണ്ടാകുമെന്ന തരത്തിൽ. പക്ഷെ അത് ഉണ്ടായില്ല. അപ്പോൾ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചടക്കമുള്ള പ്രതിഷേധത്തിന് കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഒപ്പം രാഹുൽ ഗാന്ധിയോട് ഈ വിഷയങ്ങൾ പാർലമെന്റിൽ ഒരു സ്വകാര്യ ബില്ലായി അവതരിപ്പിക്കണം എന്നുള്ള ആവശ്യവും കർഷക സംഘടനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് അറിയുന്നത്. ഏതായാലും പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതിപക്ഷം വർദ്ധിത വീര്യത്തോടുകൂടി പാർലമെന്റ് ഇരുസഭകളിലും ആചരിക്കുകയും ചെയ്യും. ആര്യ, തീർച്ചയായും രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.